കടൽ അപകടങ്ങൾ നടക്കുമ്പോൾ അടിയന്തര രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി 2 ആഴ്ചയ്ക്കകം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നടപ്പിലാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. കൊല്ലത്ത് നടന്ന കടൽ അപകടത്തെയും തുടർന്നുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ആദ്യ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഉന്നയിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു വീഴ്ച അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഈ അപകടം നടന്നത് മുതൽ നമ്മൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിലാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. അത് ഇന്നും സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കമൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞവരെ നമ്മളപ്പോൾ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്, പണിഷ്മെൻ്റായിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സെർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റി വീടിൻ്റെ അടുത്തേക്ക് എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചാർജ് എടുക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ വേണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആണല്ലോ, ഇവിടെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെൻറ്റും അതുപോലെ കോസ്റ്റ് ഗാർഡും അതിനുശേഷം നേവിയും പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഏരിയൽ സെർച്ചും എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് തൃപ്തരാണെന്ന് കുടുംബം തന്നെ പറയുകയുണ്ടായി സെർച്ചിൽ. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ ഒരു അപകടമുണ്ടായാൽ ഗോൾഡൻ അവേഴ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നവർ ആവശ്യപ്പെട്ടു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിച്ച ശേഷം SOP ഉണ്ടാക്കണമെന്ന ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഇന്നലെ വൈകിട്ട് നടന്നിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ SOP ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. വകുപ്പ് മന്ത്രി എത്തിയില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. വകുപ്പ് മന്ത്രി ഇവിടേക്ക് ആദ്യം എത്തിയില്ല എന്നുള്ള കാര്യം. ഇല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരു അപകടമുണ്ടായാൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ്. അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ബാക്കി ഇവിടെ ശിവപെരുന്തോൻ മിനിസ്റ്റർ മണ്ഡലമാണ്, അദ്ദേഹം ഇവിടെ ആ നിമിഷം മുതൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ഓപ്പറേഷൻസും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെ അന്ന് മുതൽ അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മോഡേണൈസ് റെസ്ക്യൂ ആൻഡ് സെർച്ച് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് കുറച്ച് മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ SOPയുടെ ആവശ്യമുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. കാരണം ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ അതാണ് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതിനുള്ള SOP ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ അതുണ്ടാക്കും. പുതിയ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഡ്രോൺ, അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ക്യാമറ, അങ്ങനെ ഉപയോഗിക്കുന്ന റെസ്ക്യൂ ബോട്ടുകൾ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ക്യൂ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കും. കുടുംബത്തിന് വേണ്ട മറ്റ് സഹായങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഗവൺമെൻറ് കുടുംബത്തോടൊപ്പമാണ്. അപ്പോൾ അത് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. നേവി ഇപ്പോൾ 2 മണിക്ക് എത്തും. മുതലപ്പുഴയിൽ സെർച്ചിന് ഇന്നലെ നേവി പോയിരുന്നു. നേവി ഇപ്പോൾ 2 മണിക്ക് വീണ്ടും ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്ല, നമ്മളിപ്പോൾ ഈ ഒരു സംവിധാനം പുതിയതായിട്ട് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് മോഡേണൈസ് ചെയ്തേ പറ്റും. മോഡേണൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗോൾഡൻ അവേഴ്സിൽ നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാനും ഡ്രോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കിവരെ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് അത് ഏർപ്പാടാക്കും. കോസ്റ്റ് ഗാർഡ് അല്ല, ഇന്ധനം നിറക്കാനുള്ള സംവിധാനം ഇവിടെ ആയിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ അതിൻ്റെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർമിഷൻ ബോംബെയിൽ നിന്ന് കിട്ടാനുണ്ട്. അത് ഇന്ന് കിട്ടും. ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. പെർമിഷൻ ബോംബെയിൽ നിന്ന് കിട്ടിയാൽ ഉടൻ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യും. റീഫ്യൂൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും ഇവിടെ ലാൻഡ് ചെയ്ത് റീഫ്യൂൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു SOP വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ലെവലിൽ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം അതിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.